രാവിലെ തന്നെ എൻ്റെ ഡ്യൂട്ടി നമ്മുടെ അടപ്പിലെ ചാരമൊക്കെ മാറ്റണം കേട്ടോ. സാധാരണ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. അടപ്പ് ഉപയോഗിക്കുന്ന വല്ല ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഇറച്ചി ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. ഇപ്പം ഈ ഒരു ജ്വരം കയറിയിട്ട് ഇതെന്ന പരിപാടി കേട്ടോ. അതിന് ഞാൻ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് വരും നമ്മുടെ അടപ്പൊന്ന് തെളിയിക്കാനായിട്ട്. എന്തായാലും വേണ്ടില്ല, അടപ്പ് കത്തിക്കണം രാവിലെ എന്നുള്ള ഒറ്റ ജ്വരമാണ്. അപ്പോൾ ഈ ചാരമൊക്കെ വാരി ഈ ചാരം കൊണ്ടുവന്ന് വല്ല ഫ്രൂട്ട്സിൻ്റെയൊക്കെ കടയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം നല്ല ഫ്രൂട്ട്സ് കായൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. നമ്മുടെ പേര അധികം പൂവൊക്കെ പിടിക്കുന്ന പറയണത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പേരയുടെ ചൂട്ടിലിടാം. നമുക്ക് കത്തിക്കാം. തെങ്ങ് ഒരെണ്ണം ഉണങ്ങി അവിടെ വീണിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ പറിച്ച് പിടിച്ച് വലിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒരു പാരയും കൊണ്ടൊക്കെ കുത്തി 3-4 കഷ്ണം എനിക്ക് ഇന്നലെ കിട്ടി. അതൊക്കെ നമുക്ക് വെച്ച് കത്തിക്കാമെന്ന്. അതുപോലെ ഈ തേങ്ങയൊക്കെ പൊട്ടത്തേങ്ങ കേട്ടോ, തെങ്ങിൻ്റെ ചൂട്ടിൽ കിടക്കണതാണ്. ഞാനിതൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പകുതിയാക്കി വാക്കത്തേക്ക് വെട്ടിയെടുക്കും. അപ്പം നമ്മുടെ ചിരട്ടയൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അടപ്പിൽ. ചിരട്ട എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ മടൽ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. ഇതാരും ഒന്നും ആവർത്തിക്കരുത്. ഇതൊരു അപകടമുള്ള പണിയാണെന്ന് അറിയാൻ വന്നാലും നമ്മളിവിടെ തന്നെ നിൽക്കും. എങ്ങും മാറാതെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കത്ത് പിടിക്കും. ഫുള്ള് സിലിണ്ടറൊക്കെ അടുത്തിരിക്കണതാണ്. ഇതൊന്നും ആരും ചെയ്യരുത്. അത്ര കോൺഫിഡൻസോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് കത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അടപ്പ് ഒരുപാട് കിടന്ന് ഊതി കഷ്ടപ്പെടണ്ട. നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. ഫുള്ള് ചിരട്ടയും ഞാൻ ഇതുപോലെ കത്തിച്ച് തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചിരട്ടി എടുത്തിട്ട് വേണം ചിരട്ട ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ ഞാൻ തൽക്കാലം എന്തായാലും ഒന്ന് കത്തിക്കണം. അപ്പം നമ്മുടെ തേങ്ങയുടെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് തന്നെ എടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അടപ്പും തറയൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ. വീഡിയോന്മാരൊക്കെ നമ്മൾ പാല് കൊടുക്കാൻ പോയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പശുവിൻ്റെ ഫാമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അരി അടപ്പത്തിടാം. ആദ്യം ഞാൻ വെള്ളം വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതിന് ശേഷമാണ് അരി അടപ്പത്തിടാറ്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അരി അടപ്പത്തിടേണ്ട വരും. രജിഷേട്ടന് ചോറ് വെട്ടിക്കൊണ്ട് പോകാനുള്ളതാണ്. ചിരട്ടയാണെങ്കിൽ ഇപ്പോൾ കത്ത് പിടിച്ചേനെ കേട്ടോ. ഈ മടലും ചിരട്ടയും കൂടി ഉള്ള ഭാഗമായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കത്തണില്ല. ഞാൻ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തതാണ് കേട്ടോ ചിരട്ടയുടെ ഭാഗത്ത്. ഇനി ചിലപ്പോൾ കത്ത് പിടിച്ചാലോ വേഗം. നമുക്കൊരു പണി ചെയ്യാം. ഇന്ന് നമുക്ക് കുറച്ച് ചൂട്ടെടുത്ത് വയ്ക്കാം. ഇത് മതി. ഇനിയിപ്പോൾ ഇതിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വൈകി പോകും. അങ്ങനെ നമ്മുടെ അടപ്പ് കത്ത് പിടിച്ചു കേട്ടോ. നമ്മൾ ചൂട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് ചിരട്ടയില്ലെങ്കിലും നമ്മൾ ചിരട്ടയ്ക്ക് പകരം മറ്റേ നമ്മുടെ ചൂട്ടൊക്കെ വെച്ചു കേട്ടോ. വെള്ളം വയ്ക്കാം. രജിഷേട്ടൻ മീൻ വാങ്ങിക്കാൻ പോവാണ്. ഇന്നലെ കൊണ്ടുവന്ന ചീര മുരിങ്ങയില കേട്ടോ. നമ്മൾ നീർക്കോട് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് മുരിങ്ങയില. ഇനി ഇത് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്താ ഇങ്ങനെ കുടഞ്ഞ് കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ വീഴും. അപ്പോൾ അതെടുത്ത് തോരപ്പയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ അടപ്പ് നന്നായിട്ട് കത്താനുണ്ട് കേട്ടോ. ചിരട്ട ഇല്ലെങ്കിലും നമുക്ക് അടപ്പ് കത്തിക്കാൻ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം ചിരട്ട ഇപ്പോൾ പോയേനെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ പറമ്പിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നതാട്ടോ. നല്ല ഭംഗിയായിട്ട് കത്തുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞപ്പ മോനെ എന്തൊരു നീറ്റായിട്ടാണ് ചിരിക്കണേന്ന് നോക്കിയേ ഏട്ടാ. നിന്നെ കാണുമ്പോൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തോന്നുന്നു. കുഞ്ഞപ്പ ആ വായൊന്ന് തുറക്കൂ. നാണോ എവിടെന്ന്
ഒരു നാണമില്ലടാ നിനക്ക്. നീ വീഡിയോസ് നല്ല മിടുക്കനാണ് കേട്ടോ. കണ്ട എന്റെ പൊന്നോ, എനിക്ക് വയ്യ. എന്താന്ന് വേണ്ട, എന്റെ അച്ഛനെ എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കും. എന്നിട്ട് അച്ഛൻ അതെ അതെ, എന്ത് പാപം എന്റെ അച്ഛൻ പാപമൊന്നും 15 വർഷം എന്റെ അച്ഛന്റെ പാപങ്ങളൊക്കെ തീർത്തുകൊണ്ട് അച്ഛൻ തന്നെ ഇരിക്കുന്നുണ്ട്. എന്ത് പാമ്പിനെ കൊന്നു, പക്ഷികളെയൊക്കെ കൊന്നു അല്ലേ പണ്ട്. എന്നിട്ട് എന്റെ അച്ഛനെ എപ്പോഴും അച്ഛൻ അപ്പൊ ഞാൻ പറയേ, എന്നിട്ട് എന്റെ അച്ചാച്ചൻ വരുമ്പോ അവൻ കെട്ടിപ്പിടിച്ച് കൊറേ ഉമ്മയും കൊടുക്കും. സ്നേഹം കൊണ്ടാണ് അവൻ പറയണേ അച്ചാച്ചനെ എപ്പോഴും വിളിക്കണം, ഓർക്കണത് അല്ലേ. മരങ്ങോടാ അതല്ലേ, വേണ്ടാന്ന് വെച്ചിട്ടാണ് മോനെ. എന്ത് സിറം ഇവന് ഇപ്പൊ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അവന്റെ മുഖത്തൊക്കെ കുറെ കുരുക്കൾ വന്ന് അവന് കുറെ സാധനങ്ങൾ അവന് ലിസ്റ്റായിട്ട് വരും. അപ്പൊ പറയേ കാശില്ല എന്ന് പറയും. അപ്പൊ അവൻ പറയും കാശുള്ള സമയത്ത്. ഇവൻ ചെറുപ്പത്തിലേക്ക് പറയും അമ്മയ്ക്ക് എത്ര രൂപ വേണം? 4 ലക്ഷം മതിയാ. കുഞ്ഞായിരുന്നപ്പോ പറയാനായിട്ട് അമ്മയ്ക്ക് 4 ലക്ഷം വേണോ? പിന്നെ അവൻ കുഞ്ഞായിരുന്നപ്പോ എന്നോട് പറയേ എത്ര പവൻ വാങ്ങിച്ചു തരാന്ന് എന്നോട് പറഞ്ഞേ. 10-60 പവനൊക്കെ വാങ്ങിച്ചു തരാന്ന് പറയുമായിരുന്നു ചെറുപ്പത്തിലെ അവൻ. എനിക്ക് അപ്പൊ അമ്മക്കൊന്നും വാങ്ങിച്ചു തരില്ലാന്ന് പറയണേ. 5 പേരൊക്കെ വാങ്ങിച്ചു തരുമോ? അത് മതി, അമ്മക്ക് അത് മതിയോടെ ചക്കരെ. പൊന്നാണ്, സ്വത്താണ്. ഇത്രനാള് നോക്കി ആര് നോക്കി? അമ്മ നോക്കിന്നല്ലേ. അതിനാണ് നീ 6 പവൻ വാങ്ങിച്ചെന്നെ നോക്കിയതിന്. എന്തെന്ന് അമ്മ കൊച്ചിന്റെ പിടിവിട്ട് പോയിട്ടാ. കൊച്ചു എന്തൊക്കെയോ പറഞ്ഞു പോയി അറിയാതെ. എന്നാലും പാവം കേട്ടാ, വായന നാക്ക് മാത്രം ഇങ്ങനെ. രാവിലെ ഇപ്പൊ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ പണി നടക്കില്ല. രജിഷേട്ടൻ പണിക്കൂട്ടോ അവിടെ ഇരുന്ന് വിശക്കടേ പറഞ്ഞിട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ കുക്കിങ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. രജിഷയുടെ ഫോണിൽ നിന്ന് കുളിക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നടക്കുമോയെന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ വീഡിയോസ് കൂടി എടുക്കണോണ്ടാട്ടോ നമ്മുടെ സമയം വേഗം പോകും. നമ്മൾ വിചാരിക്കണ പോലെ പണി നടക്കില്ല. ഇന്ന് നമ്മൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് ബാജിയുമാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ യൂട്യൂബിൽ ഒരു ലക്ഷ്മി നായരുടെ ഒരു പൂരി ബാജി ഞാൻ കണ്ടിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ആ ബാജി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൂരി ബാജി വേണ്ട, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഇനി വെളിച്ചെണ്ണയിലാണ് ഞങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. ഓയിൽ അങ്ങനെ ഉപയോഗിക്കൽ കുറവാണ്. അതുകൊണ്ട് നമ്മളിന്ന് ചപ്പാത്തി ബാജി ഉണ്ടാക്കണേ. പൂരി കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ പ്രായമായവരൊക്കെ വണ്ണം വെച്ച് വരികയാണ്. പ്രായമായതൊക്കെ നമ്മൾ പോലെ കുഞ്ചപ്പൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും പറയാനുണ്ടാവില്ല കേട്ടാ. ഞങ്ങൾക്ക് പ്രായമൊന്നുമില്ല, ഞങ്ങള് നിന്നെക്കായി എങ്ങാണ്ടാ. നീ ഒന്ന് നോക്കിക്കോ, ഒരു 5-6 വർഷം കൂടി കഴിയുമ്പോ നിന്റെ കൊടവയറിന്ന് കാണിച്ചു തരാടാ. അച്ഛന് പാരമ്പര്യമായിട്ടൊന്നും അച്ഛന് ഇപ്പഴല്ലേ കൊടവയറൊക്കെ ആയത്. നിനക്കൊക്കെ ഫുഡ് കൂടുതലാ, അതാണ് നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വയറൊക്കെ എന്നെയും അച്ഛനെയൊക്കെ പോലെ. ചിലവർ എന്ത് കഴിച്ചാലും പറയൂല കണ്ണനെ പോലെ അക്കച്ചിനെയും പോലെ. അതല്ലേ, അത് ശരിയാട്ടാ. പക്ഷെ ചേച്ചി കഴിക്കണില്ല, കണ്ണപ്പം കഴിക്കണുണ്ട്. പക്ഷെ ഒന്നും ശരീരത്ത് കാണുന്നില്ല അല്ലേ. അതെന്താണത്? ചേച്ചി പിന്നെ കഴിക്കണില്ല. ചേച്ചി കഴിക്കുവാണെങ്കിൽ അവള് വണ്ണം വെച്ചേനെ. വണ്ണം വെക്കും. അവള് ചെറുപ്പത്തില് നല്ല തക്കിട് മുണ്ടനായിട്ട് ഇരുന്നേച്ചതല്ലേ. ഇപ്പൊ അവള് ഭക്ഷണം കഴിക്കാത്തതിന്റെ ആ വണ്ണം വെക്കാത്ത. ദുമ്മില് പോണെന്നാണ് എന്റെ മോന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വരുമാനം നമ്മൾ വാരി എറിയും അല്ലേ. ഈ അലവലാതി വീഡിയോടാ. നമ്മുടെ കുഞ്ചപ്പം പറഞ്ഞ കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാതെ കേട്ടാ. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് ക്യാരറ്റ് കൂടി എടുക്കണം.
ഈ ചുരിദാറൊക്കെ ഞാൻ തന്നെ തയ്ക്കണം കേട്ടോ. ഇതുപോലത്തെ തന്നെ വേറൊരു ടോപ്പും കൂടി നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ. ഇത് ഈ അക്കോബയുടെ തുണിയാണേ. എനിക്ക് ഈ അക്കോബയുടെ തുണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതുപോലെ ചെറിയ പീസുകൾ, ഇതൊക്കെ കട്ട് പീസ്, നമുക്ക് അധികം വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇടാനായിട്ടൊക്കെ ഇത് നല്ലതാണ്, ഇങ്ങനത്തെ ടോപ്പുകൾ. അത് മാത്രമല്ല, ഞാൻ അമ്പലത്തിൽ വിട്ടുകൊണ്ട് പോകാൻ ടോപ്പ് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ മാറുള്ളൂ, കിടക്കാൻ നേരത്താൻ മാറുള്ളൂ. അതുവരെ പുറത്ത് പോകുന്ന ഡ്രസ്സായിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മൾ ലോക്കലൊക്കെ നടക്കുമ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറില്ല, അത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം, നമുക്ക് ലാഭം. നല്ല ഡ്രസ്സുകൾ മാത്രമാണ് ഊരി മാറ്റാറുള്ളൂ എവിടെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണം. അല്ലെങ്കിൽ നരച്ച് ഒരു ചെറുതായിട്ട് നരച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് മിക്കവാറും പുറത്തൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഇടുക. നൈറ്റി ഒന്നും ഇപ്പോൾ വാങ്ങിക്കലില്ല. നമുക്ക് ഈ അലമാരി നിറയണ്ടല്ലോ, നമ്മളിത് ഉപയോഗിച്ച് നമുക്കത് കളയാം. പിന്നെ നൈറ്റിയും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ കളയേണ്ട വരും. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മുടെ അലമാരി കൊള്ളാതെയാവും. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലതെന്ന്. അതെ, ഞാൻ എൻ്റെ വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ സമയം കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഐഡിയ ചെയ്തു. വെള്ളം തിളയ്ക്കുന്ന സമയത്തിൽ ഞാൻ അരി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളയ്ക്കാറായിട്ടില്ല, അരിയൊക്കെ ഇട്ടു, വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഓഫ് ചെയ്തിരും മോനെ. ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളച്ച് റെഡി ആയിക്കോളും. ഇവിടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ലാഭമാണ്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പറത്തിക്കൊണ്ട് തന്നെ വിറകുകളാണ്. വിറകൊന്നും വാങ്ങിച്ച് നമുക്ക് മുതലാവില്ല കേട്ടോ, ഭയങ്കര വില. വിറകൊക്കെ വാങ്ങിക്കലൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മുടെ പറമ്പുകളിൽ പോലെ മടലും നമ്മുടെ സ്വന്തം അല്ല കേട്ടോ, അതിങ്ങനെ വാങ്ങിച്ചിട്ടേക്കണതാണ് ഓരോരുത്തർ. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ മടലും വിറകൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാണ് കേട്ടോ നമ്മളെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ശിലകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതിങ്ങനെ പറക്കി നമുക്ക് കത്തിക്കണേന് ഒരു കുഴപ്പമില്ല. എല്ലാവരും പറയും കേട്ടോ, തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കണം ഇതൊക്കെ നമ്മളോട് എടുത്തോളാൻ പറയും. പക്ഷേ നമ്മൾ ഇത്ര നാൾ എടുക്കേണ്ടായില്ല. അപ്പം ഇപ്പം നമുക്കിതൊരു ഉപകാരം, ഭയങ്കര ഉപകാരമാണ്. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കാം. ചേട്ടൻ മീൻ വാങ്ങിക്കാൻ പോയതാണ്. ഈ ചെറിയ ചെറിയ മീൻ എന്നോട് കഴിക്കാൻ പറഞ്ഞു ഹോമിയോ ഡോക്ടർ, കാൽസ്യത്തിനൊക്കെ. അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം നന്നാക്കി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞു. അപ്പം ഇപ്പം നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി രജിച്ചേട്ടനും ബാക്കിയുള്ള സൈന്യങ്ങളും പോയി. നമ്മളൊരു വീഡിയോ പോലെ മാത്രമല്ല നിർത്തിയേക്കണേ. അതാണെങ്കിൽ ആ വായെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതാണ് പ്രശ്നം. എന്താ ഞാനെടുത്തെങ്കിൽ എനിക്കറിയാട്ടാ. ഉപ്പുറവാ ചപ്പാത്തിക്ക് മാവിന്. ചപ്പാത്തി മാവ് തീറ്റയായിട്ടാ. ചപ്പാത്തി കുഴച്ച് വെക്കാൻ പാടില്ല, ഒരു രക്ഷയില്ല. ചപ്പാത്തി മാവ് ഇങ്ങനെ കുറേശ്ശെ ഉള്ളു കിട്ടി അവൻ എടുക്കുന്നുണ്ടാവും. അതുപോലെ പുട്ടിന് കഴിച്ചു കഴിഞ്ഞാൽ പുട്ടുപൊടി ഇതുപോലെ ഉരുണ്ടാക്കി അവൻ എടുക്കുന്നുണ്ടാവും. ഈ പിന്നെ അടുക്കളയിൽ നിന്ന് മാറുമില്ല. അതിങ്ങനെ നമ്മൾ ഓടിക്കണ വരെ ഈ അടുക്കളയിൽ കിടന്ന് മാറലാണ്. പുട്ടുപൊടി തിന്നാനും ചപ്പാത്തി വിട്ടു. ചപ്പാത്തി പച്ചപ്പൊടി തിന്നാനാട്ടാ. അരിപ്പൊടി അത്ര ഇല്ലല്ലോ. ഞാനിപ്പോ അരിപ്പൊടി വീട്ടിലേക്ക് നിർത്തി. ഞാൻ വെറുതെ അരിയൊക്കെ തിന്നാറുണ്ട്. ബജി ഉണ്ടാക്കാം കേട്ടോ. ബജി ഉണ്ടാക്കാനായിട്ട് കുക്കർ അടപ്പത്ത് വെച്ചു. അതിനകത്ത് ലക്ഷ്മി നായർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ബജി. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാറുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ്. ഇപ്പം ഞാൻ ഈ ജെക്കിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇത് പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ എളുപ്പം. നേരത്തെ ആട്ടി കൊടുക്കുന്നതൊക്കെ വാങ്ങിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ സമയത്തിന് പോയി വരുമ്പോൾ വെളിച്ചെണ്ണ എപ്പോഴും പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ വാങ്ങിക്കാൻ 5 ലിറ്റർ വാങ്ങിച്ചാൽ പോരെ? വാങ്ങിച്ചാൽ മതി. പോകും ആട്ടികൾക്ക് പോയി വാങ്ങിക്കണ്ടേ. ഇവിടെ പൂപ്പത്തിയിലുണ്ടായി നിർത്തിയല്ലേ? അത് നിർത്തി. അപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉലുവ പൊടിയാണ് ചേർക്കേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ബജിയിൽ ഉലുവയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതാണ് ബാജി ഉണ്ടാക്കിയുണ്ട് എപ്പെങ്കിലും. നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ബാജിയാണ്. മറ്റേ നമ്മൾ അതുപോലത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മഞ്ഞപ്പൊടി ഇടണം. പൊടി ഇടുന്നുണ്ട് കേട്ടോ. ജീരക പൊടിയാണ് ഇടുന്നത്. പക്ഷെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടണേ. പിന്നെ ഇടേണ്ടത് സവാള ഇടണം. അപ്പോൾ നമുക്ക് സവാള ഇടുന്നതിന് മുമ്പ് വെളുത്തുള്ളി ഇടാം.
ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആദ്യം ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടോ പച്ചമുളക് അതാണ് ഇങ്ങനെ ഇതിലേക്ക് മൊത്തം ഫസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. പൊരിക്കണല്ലേ. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. തക്കാളി തക്കാളി എന്നിട്ട് അതിന് തക്കാളി സമയം കൊണ്ട് തക്കാളി അരിഞ്ഞേക്കാം. ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ഇങ്ങനെ നീറ്റായിട്ട് കിടക്കും കേട്ടോ. എനിക്ക് ചില സമയങ്ങളിൽ ഞാനിങ്ങനെ എല്ലാം കൂടി വാരി വലിച്ചിട്ട് സമയമില്ലാതെ. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് അബദ്ധമാണ് ശരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുപ്പി കൈ നനഞ്ഞ കൈകൊണ്ട് ഒരു കുപ്പി എടുത്ത് കഴിയുമ്പോൾ കുപ്പിയൊക്കെ മോശമാവും നമ്മൾ ഇട്ട് വെക്കണ പൊടികളുടെയൊക്കെ. അപ്പം ഇതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ കുപ്പികളൊക്കെ മോശമാവാതെ നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇത് എളുപ്പമാണ് ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അടുക്കളയിൽ നല്ല നീറ്റായിട്ട് കിടക്കും. ഓരോന്ന് എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു കേട്ടോ രതീഷ്. എൻ്റെ അമ്മ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നല്ല നീറ്റാക്കി അമ്മ പണി കഴിഞ്ഞ് പോവുകയാണ്. പക്ഷെ ഞാൻ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ തിരക്ക് പിടിച്ചാണല്ലോ നമ്മൾ കയറണേ. അപ്പോൾ എല്ലാ കുപ്പികളും എടുക്കും, എല്ലാ സാധനവും സവാള അരിഞ്ഞ് അങ്ങനെ. അപ്പം പിന്നെ രണ്ടാമത് നമ്മൾ നീറ്റാക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഓരോന്ന് എടുത്തിടുമ്പോൾ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചു, പൊടികളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ഗരം മസാലപ്പൊടി, മുളക് പൊടി, ചെറിയൊരു കഷ്ണം കായം ഉണ്ട് കേട്ടോ. കായം പൊടിയില്ല, മുഴുവനായിട്ടുള്ളതാണ്. നമുക്ക് വഴറ്റുമ്പോൾ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ സവാള വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി അങ്ങോട്ട് ഇടാം കേട്ടോ. എന്തിട്ടുണ്ടെന്ന് സവാള വഴന്ന് വാടിയല്ലേ, സവാള വാടിയല്ലേ. വാടി തീ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കള്ളി വെച്ച് കൊടുക്കണം. പത്തൊക്കെ പോകും. അപ്പം ഈ ബാജി ഈ പറഞ്ഞോണം അടപ്പത്തിട്ടപ്പോൾ വേറൊരു മണമുണ്ട് കേട്ടോ അല്ലേ. പ്രത്യേക സ്മെല്ലില്ലേ. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കറികൾ ഉണ്ടാക്കുന്നതിൻ്റെ മണം നമുക്കിങ്ങനെ റൂട്ടിൽ കൂടി അടിക്കും അല്ലേ. അല്ലേ മണമുണ്ട്. നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെ. കായപ്പൊടിയും ജീരകവും ഉരുവയിലൊക്കെ കൂടി ഇട്ട് ഇങ്ങനെ ശരിയാക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി കൂടി ഇട്ടേക്കാം. അപ്പം ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ ഇടുമ്പോൾ ഈ പാത്രം അങ്ങനെ തന്നെ അപ്പം തന്നെ അങ്ങനെ കഴുകി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ട് വരുന്നു അല്ലേ. വെജിറ്റബിൾ ചായ കുടിക്കാതെ ഫിഷ് വാങ്ങിക്കാൻ പോകുന്നത് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാര്യം വെജിറ്റബിൾ അങ്ങനെ വഴക്കൊന്നും പറയില്ല. പക്ഷേ നമ്മൾ വെജിറ്റബിളിനെ കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന സമയമാണല്ലോ. അപ്പം നമ്മൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ആൾക്ക് ഇത്തിരി റെസ്റ്റ് എടുത്തിട്ടൊക്കെ ജോലിക്ക് പോവാം. ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലോ. ക്യാരറ്റ് ഉണ്ട് കൂടുതൽ ക്യാരറ്റ് ഇഷ്ടമല്ല. കറികളാണ് മാത്രം മുഖം പഠിക്കുന്നത്. ക്യാരറ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം എടുത്തു, കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് വെള്ളം വേണം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ മഴവെള്ളപ്പൊക്കം പോലെ പാത്രത്തിൽ വെള്ളം വേണം കേട്ടോ. ചാട് അല്ലേ കുഞ്ഞപ്പാ. എന്തെന്ന് ചാടാ ചാട് നാക്ക് കുഴഞ്ഞല്ലേ. നാക്ക് പിടിക്കാത്തോണ്ട് നാക്ക് വഴങ്ങണില്ല. കുഞ്ഞപ്പനും കണ്ണമ്മോനൊക്കെ ഇങ്ങനെ ചാറിന്റെ ഉള്ളിൽ മുങ്ങിക്കിടന്ന് നീന്തണം. അതാണ് രസം. സാമ്പാർ വെച്ചാലും സാമ്പാറിന്റെ അടിയിൽ ഏറ്റവും ലാസ്റ്റ് വരുമ്പോ കുറച്ച് അവിയല് പോലെ കിടക്കും കേട്ടോ. സാമ്പാറാണോ അവിയലാണോ നമുക്കറിയാൻ പറ്റില്ല. അച്ഛനൊക്കെ തന്നെയാണ് അച്ഛൻ്റെ മക്കള്. അച്ഛന് ചാറ് മാത്രമല്ല, അച്ഛൻ എല്ലാം കഴിക്കും. പച്ചമുളക് പോലെ വെറുതെ കളയാറില്ല.
തിളച്ച് തന്തി. കുറച്ച് ഉപ്പും കൂടി ഇടാം നമുക്ക്. കുറവുണ്ട്. ആക്കിയിട്ടുള്ളല്ലോ വേപ്പില പറിച്ചോണ്ട് വന്നോ. വേപ്പില പറിച്ചോണ്ട് വന്നാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ക്യാമറമാൻ വേപ്പില പറിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കൽ മുടങ്ങും. അപ്പോൾ ഉള്ള വേപ്പില നമുക്ക് തൽക്കാലം ഇടാം. ഇറക്കുമ്പോൾ നമുക്ക് നല്ല പച്ച വേപ്പില ഇടാം കേട്ടോ. തൽക്കാലം നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുക്കറിൻ്റെ അടപ്പ് എല്ലാ പാത്രവും എടുക്കുമ്പോഴും നമ്മൾ കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കണോണ്ട് തന്നെ നമ്മളുടെ പല്ലികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. എല്ലാ പാത്രവും എന്തെടുത്താലും കഴുകിയിട്ട് എടുക്കണം. അപ്പം ഇത് വേവട്ടെ, നമുക്ക് ചപ്പാത്തി ചൂടാം. കുട്ടി വേപ്പിലെടുക്കാൻ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കണ്ട കേട്ടോ. കുഞ്ഞപ്പ ഇന്നെങ്ങാനും കിട്ടുമോ? കുറേ നേരമായി പോയിട്ട്. ഇവിടെ പറിച്ചിടുന്നുണ്ട് കൊച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഫാമിൽ കുറച്ച് പണികളുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് രേഷേട്ടന് ജോലിക്ക് പോയതിന് ശേഷമാണ് ഇറങ്ങുള്ളൂ. മതി മോനെ. ആ സ്റ്റെപ്പ് ലാഡർ എടുത്തുകൊണ്ട് വന്നിട്ട് കയറി കൂടെ. ഞാൻ എങ്ങനെ ഇറങ്ങും? അവിടെയൊക്കെ കൊള്ളാം ചാടും. ചോറ് നന്നായിട്ട് തിളച്ച് പുറത്തോട്ട് പോവുകയാണ് ഇപ്പം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ റൈസ് കുക്കറിലോട്ട് വെക്കാം. അപ്പം ഞാനിപ്പോൾ റൈസ് കുക്കറിൽ ഇങ്ങനെ ഒരു തുണി ഇട്ടേക്കാം. കരി ഉണ്ടാവുമല്ലോ അടിയിൽ. അപ്പം അതുകൊണ്ട് ഇപ്പം അതുപോലെ നമുക്ക് വിറക് ലാഭവുമാണ്. അപ്പോൾ ഇപ്പോൾ തിളച്ച് റൈസ് കുക്കറിലോട്ട് വെച്ച് മൂടി വെക്കാം. നമുക്കിവിടെ കലത്തിലാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുക്കർ ഓഫ് ചെയ്തേക്കാം. ഒരു വിസിൽ മതി. കുക്കർ ഓഫ് ചെയ്തു. അപ്പോൾ ഒരു കലത്തിൽ വെള്ളം തിളച്ച് ഫസ്റ്റ് തിളപ്പിക്കാൻ പറ്റും. പിന്നെ അരി അടപ്പത്തിടും. പിന്നെ അടുത്ത കലം വെള്ളം തിളപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ആദ്യം തിളപ്പിച്ച വെള്ളം ചൂടാറുമ്പോൾ ഞാൻ ചെറുതായിട്ട് ചൂടാറുമ്പോൾ ഞാൻ കുടിക്കണ ഒരു പോണിയുണ്ട് വെള്ളം കുടിക്കാനായിട്ട് എടുക്കണം. അങ്ങോട്ട് ഒഴിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അടപ്പ് ഒഴിയുമ്പോൾ പറ്റുമെങ്കിൽ 2 കലം കൂടി ഒന്നിച്ച് തിളപ്പിക്കും. അപ്പം മൊത്തം നമുക്ക് 4 കലം വെള്ളം വേണം ഒരു ദിവസത്തേക്ക്. അപ്പം നമുക്ക് ഇനി ഈ വെള്ളം വെക്കാം. നല്ല ഇതാണ് കേട്ടോ. ശരിയാണ്. എത്ര കലം വെള്ളം വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് തിളപ്പിച്ചെടുക്കാം. ചീരയിടുന്നമ്മേ നമുക്ക് ഇപ്പം ചീര ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനിപ്പോ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പാടില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ചപ്പാത്തി ചുടണേട്ടാ. ഞാൻ മിക്കവാറും ആ അടുക്കളയിൽ ഇരുന്നാണ് ചെയ്യാറ്. മിക്കവാറും ഇവിടെ ഈ ടോപ്പിൽ ഫുള്ള് സാധനങ്ങളായിരിക്കും. മുന്നേ വേഗം 2 ചപ്പാത്തി ചൂടാം. കറി ഇപ്പോൾ ആയിരിക്കും. പൊടിയൊക്കെ കഴിച്ചു വെച്ചല്ലോ. അതല്ല ആ പൊടി വെച്ചു ഓരോന്നോരോന്ന് ചൂടാം. പണ്ടത്തെ പൊറോട്ട അടിക്കാരിയാണ്. പൊറോട്ട ഞാൻ ഉണ്ടാക്കാറുണ്ട്. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതേമാതിരി തന്നെ നൂലായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ലെയറായിട്ടൊക്കെ കിട്ടും. സുഖമാണ് ചപ്പാത്തി. ഇപ്പം മൈദ ഉണ്ടായിരുന്നു. മൈദ ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ചായി മൈദ വാങ്ങിക്കണം. മാർക്കറ്റ് പോകണ്ടേ? മാർക്കറ്റിൽ പോകണം. കുറേ ദിവസമായി മാർക്കറ്റിൽ പോകാനിരിക്കണം. ഇവിടെ വെക്കണം. ഇവിടെ ഈ അടുക്കള മെയിൻ അടുക്കള അതായിരുന്നു കേട്ടോ. അതാണ് ശരിക്കും ഉപയോഗിക്കും. ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുത്തതായിട്ട് ജസ്റ്റ് മീറ്റൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് ഞാനിങ്ങനെ രണ്ടാമത് ചെയ്യിച്ചെടുത്തതാണ്. ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ എനിക്ക് ചെറിയ അടുക്കള ഇഷ്ടം. നമ്മുടെ മക്കളൊക്കെ വലിയതായി കല്യാണമൊക്കെ കഴിച്ച് വരുമ്പോൾ
അവരുടെ ഇഷ്ടത്തിന് അവര് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളും അല്ലേ? അപ്പഴത്തെല്ലാം ഓർഡർ ചെയ്തേക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചില്ല. കേറി വെറുതെ 8:26. ബാജിന്ന് എന്തോ പറയണ്ടേ കിടന്ന്. പരീക്ഷണമാണോ? അല്ല മോനെ, ഞാൻ എന്തെങ്കിലും പരീക്ഷിച്ചിട്ട് മോശമായിട്ട് പോട്ടെ. വീട്ടിലെ കറി കൂട്ടി കഴിക്കേ. ബാജിയാണ് കേട്ടോ. പക്ഷെ ചാറ് കൂടി പോയിട്ടുണ്ട് ബാജിക്ക്. എന്നാലും കുഴപ്പമില്ല. അച്ഛൻ ക്ലോസറ്റില് ബജ്ജിയാവും. ഭാഗ്യാണ് പരീക്ഷയാണ്. എന്താണ്ട് ടെസ്റ്റ് ഒരു ടോയ്ലറ്റാ എങ്ങനെ ഇട്ടെന്ന് പറയണേ? അച്ഛനും കറണ്ട് പോയതട്ടോ. ഞങ്ങൾക്ക് മളയ്ക്ക് വാങ്ങാറുണ്ട്. ഡ്രസ്സ് കൊടുക്കാൻ പോണം. കറി കുക്കില്ല. കറിക്ക് ഉപ്പ് കുറവായിട്ട് എടുത്തിട്ടത്. ഉപ്പ് റെഡിയാക്കിയിട്ട് ഡെയിലി വെക്കാറുണ്ട് ലക്ഷം. അപ്പൊ നിങ്ങൾക്കുണ്ടായില്ല. പിന്നെ എല്ലാരും അവനെ പോലെ അന്ന് അക്ക ചീനത്തോട് കാണാനെ കണ്ടുപിടിച്ചാൽ മതി. പറ്റുമോ? അപ്പൊ എനിക്കും ജീവിതത്തിൽ പറ്റത്തില്ല. ഇറങ്ങിക്കൂടി കാര്യമില്ല. ചൂടിട്ടോ ഭയങ്കര ചൂട്. രക്ഷയില്ല. ഇതിങ്ങനെ മാറ്റണം. അപ്പൊ വെള്ളം തിളച്ചു കേട്ടോ നമ്മുടെ. അപ്പൊ ഈ ഒരു കലത്തിലെ വെള്ളം തിളച്ചു, ഈ കലത്തിലെ വെള്ളം തിളച്ചു. നമുക്കിത് മാറ്റി വെക്കാം. ഈ വെള്ളം ഈ കലത്തിൽ മൺകലത്തിൽ വെള്ളം ഞാൻ തിളപ്പിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഈ വെള്ളം തീ നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ എനിക്ക് ചെറുതായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് കുറച്ച് ബാർലി വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ബാർലി നമുക്ക് ഇടാം കേട്ടോ. ബാർലിയാണ് കേട്ടോ. ഈ ബാർലി നമുക്ക് ഇട്ട് ഈ വെള്ളം നല്ലതാണ്. ഈ മൺകലത്തിലാവുമ്പോൾ ബാർലി പെട്ടെന്ന് ചീത്തയാവും ഇല്ല കേട്ടോ. വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൽ തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് മീൻ കറി വയ്ക്കാം. അമ്മയെ പുട്ടുപൊടി പോയപ്പോ ആരിത്? അപ്പോൾ ചപ്പാത്തി ചുടല് കഴിഞ്ഞു. ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ. എടുക്കണ്ടേ? താഴത്തെ സാധനം പക്ഷേ എനിക്ക് വിശന്നിട്ട് പാടില്ല. പക്ഷെ രജിസ്റ്ററിന് ജോലിക്ക് വിടണ്ടേ? കാണാൻ കിടപ്പുണ്ട് പറഞ്ഞു. അതാദ്യം പോയിക്കളാം. ചെറുതാക്കിയിട്ട് കൊണ്ടുവന്നേരം കൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് പണി. നമുക്ക് കുറച്ചെടുത്ത് വറുത്ത് രജിസ്റ്ററിന് ചോറ് കൊടുത്തിടാം. നമുക്ക് കഴുകിയിടാം.
ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കുറച്ചുണ്ടായല്ലോ കുറേയൊക്കെ ഇങ്ങനെ സ്ഥലം. എല്ലാം ഇട്ട് വെച്ചാൽ ചേട്ടാ അളക്കല്ലേ. നന്നായിട്ട് മൊഴിഞ്ഞു ഏരിക്കണ് ഇളക്കരുതട്ടെ ഇവിടെ വരണ്ട. അളക്കരുതട്ടെ കൂടി ഇച്ചിരി ചേച്ചേ എന്നിട്ട് അടുത്ത് വേറെ കേട്ടോ. അത് അപ്പോൾ വൈകുന്നേരത്തെ കറവയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോസായി നാളെ കാണാം.